കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നാഷണൽ മീഡിയകളിലൊക്കെ തന്നെ കത്തിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒരു പെൺകുട്ടിയുടെ കൈകളിൽ രണ്ടെണ്ണം പിടിച്ചുകൊണ്ട് ഏതോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗ ആചാരപ്രകാരമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഒരു പെൺകുട്ടിയുടെ കൈകളിൽ ഒരാൾ പിടിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി വിടൂ വിടൂ എന്നെ വിടൂ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നു? ആ പെൺകുട്ടിയുടെ തലകളിൽ പിടിച്ച് എന്ത് ചെയ്യുന്നു? ചെവിട്ടിലേക്ക് ഊതുന്നു, തലയിൽ ഊതുന്നു എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് പുറത്തേക്ക് വന്നിരുന്നത് ഏറ്റവും ആദ്യമേ. ഇത് കണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ നാഷണൽ മീഡിയാസിൽ മുഴുവൻ, അതായത് ഇന്ത്യ ടുഡേയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കും അടക്കം എല്ലാ ചാനലുകളും തന്നെ ഇത് സംപ്രേഷണം ചെയ്തിരുന്നു. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു രംഗമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് വാർത്തകൾ വന്നത് നാഗ്പൂരിൽ ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടി ഒരാൾ നിർബന്ധിക്കുന്ന കാഴ്ചയാണ് എന്നുള്ള നിലക്കാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അത് വാസ്തവമുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ സുഹൃത്താണ് ഇത് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയും അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഈ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള രണ്ടുപേരും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഡീൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഹോട്ടലിലേക്ക് വിളിക്കുകയും ആ ഹോട്ടലിൽ വെച്ച് ഏതോ ഒരു സാധാരണ കൂൾ ഡ്രിങ്ക്സിൽ എന്തോ കലർത്തി കൊടുക്കുകയും ആ കലർത്തി കൊടുത്ത് ഇവരെ മോഹാലസ്യപ്പെട്ട് വീണപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇവരെ റേപ്പ് ചെയ്യുകയും കൂടാതെ ഇവരുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഇവരെ പിന്നീടും നിരന്തരമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ അതിനുശേഷം ഏതോ ഒരു മുസ്ലിം ക്ലറിക്കാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരാൾ കൂടി ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരാൾ ഇരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏതോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന കാര്യമൊക്കെ കേൾക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ വിവാദമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ചുവെന്നും കൂടാതെ ഈ പറയുന്ന ഇയാളുടെ പേര് അയ്യ താജ് മസാറെ എന്നാണ്. അപ്പോൾ അയാളെ കല്യാണം കഴിച്ചു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലക്ക് വരുത്തി തീർക്കാനൊക്കെ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. വലിയ കൊടുങ്കാറ്റായി നാഷണൽ മീഡിയയിലൊക്കെ ഈ വിഷയം ഏതാണ്ട് 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പേരെ, ഈ അയ്യ താജ് മസാരയെയും അതുപോലെ അമീൻ ഷെയ്ഖ് എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരാളെയും, ഇവർ 2 പേരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഏതാനും ചില പ്രതികൾ കൂടിയുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ നാഗ്പൂരിലുണ്ടായിട്ടുള്ള കേസ്. ഇതങ്ങേയറ്റം അപലപനീയമാണ്. ഇതുപോലെ തന്നെ മതഭ്രാന്ത് തലയിൽ പിടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ടതാണ്, വളരെ കൃത്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയും ഈ വീഡിയോകൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ കേസിൽ സത്യമുണ്ടാകാം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു ഫേക്ക് വീഡിയോ ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് പലപ്പോഴും ഈ പറയുന്ന ഇപ്പോൾ ഹിന്ദുക്കളിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിലും മുസ്ലിംസിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടുകയും പകരം അതൊരു സമുദായത്തോടുള്ള വിരോധമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മുടെ നാഷണൽ മീഡിയകളിലൊക്കെ ചർച്ച നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല. പലപ്പോഴും മതപരമായിട്ടുള്ള കൺവേർഷൻ ഇന്ത്യയിൽ വളരെ സംഘടിതമായി നടത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നടത്തപ്പെടാൻ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പുകളൊക്കെ തീരുമാനിച്ചാൽ മതി. അങ്ങനെ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ പണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഇതിലുണ്ടായിട്ടുള്ള പോലെ എക്സ്ട്രോഷനോ അല്ലെങ്കിൽ മണിയോ കൊള്ളയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അപ്പോൾ പോലും നമുക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം പേര് ഒരു സമുദായത്തിലുണ്ടെങ്കിൽ അതിൽ 50 പേര് ചെയ്യുന്ന അല്ലെങ്കിൽ 500 പേര് ചെയ്യുന്ന തെറ്റിന് പോലും നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും കൂടി കുറ്റപ്പെടുത്തൽ അസാധ്യമാണ് എന്നുള്ളത് കൂടി നമ്മുടെ മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള കേസുകളൊക്കെ തന്നെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ഒരു പാസ്റ്ററായിട്ടുള്ള ബജീന്ദർ, അദ്ദേഹം മാസമായിട്ടുള്ള ഒരു കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് 16 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടൊക്കെയാണ് കൺവേർഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പണം എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്നതല്ല, കൺവേർട്ട് ചെയ്യുന്ന ആളുകളല്ല, പകരം പുറത്തുനിന്നുള്ള ആളുകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ മാസ് കൺവേർഷനാണ് അത്. പക്ഷേ ക്രിസ്ത്യൻ മതത്തിലേക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മതത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു. കൂടാതെ അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ തന്നെ ആളുകളെ മോളസ്റ്റ് ചെയ്തെന്നും പീഡിപ്പിച്ചെന്നൊക്കെയുള്ള നിരവധി കേസുകളടക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. ഇനി അടുത്തൊരാളുടെ പേര്, അദ്ദേഹം 15 കൊല്ലമായിട്ട് ഏതാണ്ട് 13-15 കൊല്ലമായിട്ട് ഇതുപോലെ തന്നെ മതം മാറ്റലിൻ്റെ റാക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നു എന്ന ആരോപണമുള്ള ഒരാളാണ്.
അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ജലാലുദ്ദീൻ എന്നാണ്, പക്ഷേ അദ്ദേഹം ചങ്കൂർ ബാബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഏതാണ്ട് 106 കോടിയോ 160 കോടിയോ ഒക്കെ കിട്ടി എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേസുകളുടെയൊക്കെ ശിക്ഷിക്കപ്പെടുകയോ അതല്ലെങ്കിൽ തെളിയിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിലാണ് നമുക്ക് സംശയമുള്ളത്. അതുപോലെ തന്നെ US സിറ്റിസൺ ആയിട്ടുള്ള മഹാരാഷ്ട്രയിലൊരു ജെയിംസ് വാട്സൺ, അദ്ദേഹം ഇതുപോലെ വലിയ കൺവേർഷന് വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന ആരോപണമുള്ള കേസുകളുണ്ട്. ഞാനിപ്പോൾ ഏതാനും ചില കേസുകൾ കൂടി നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മതം മാറുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടവും സൗകര്യവും അവരുടെ താല്പര്യവും ഒക്കെ അനുസരിച്ച് മതം മാറാനുള്ള എല്ലാവിധ ഓപ്ഷൻസും ഇന്ത്യയിലുണ്ട്. അത് നിയമപരമായി തെറ്റൊന്നുമല്ല. പക്ഷെ പ്രലോഭനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം കാണിച്ചതുപോലെയുള്ള മതഭ്രാന്ത് കൊണ്ടുള്ള മതം മാറ്റമോ അല്ലെങ്കിൽ എൻ്റെ മതത്തിലേക്ക് മാറണമെന്ന് നിർബന്ധിച്ച് രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ മതം മാറ്റാൻ ശ്രമിക്കുകയോ ബലാത്സംഗം ചെയ്തതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയോ അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നതടക്കം എല്ലാം തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊക്കെ ശിക്ഷിക്കാനുള്ള നിയമവും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനൊക്കെ ഇത്തരം വാർത്തകൾക്ക് പലപ്പോഴും അൺഡ്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ നിരവധി കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു രാജ്യത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രം പൊങ്ങി വരികയും അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് കൂടിയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു സമുദായത്തിൽ, ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ ആരെങ്കിലും തന്നെ വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആളുകളെ ഹിന്ദു സമുദായത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപലപിക്കപ്പെടേണ്ടതാണ്, കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരിനി ബലാത്സംഗം ചെയ്യുകയോ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയോ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് പറഞ്ഞ് ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ഹിന്ദു മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ ബൈ ബർത്ത് നമ്മൾ ആ മതത്തിലാണെന്ന് പറയുന്ന ആളുകളെ കൂടി സംശയത്തോടുകൂടി കാണുന്നത് തെറ്റാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ വരും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കിട്ടുന്നത് വർദ്ധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അറിയേണ്ടത് ചില എക്സ്ട്രീം എലിമെൻ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാ മതത്തിലുമുണ്ട്. അവരിതിനു വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ വാർത്തയിൽ തന്നെ ഈ കാണുന്ന വീഡിയോ തന്നെ ഇത് ഫേക്ക് ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഫേക്ക് അല്ലാത്ത ഈ വീഡിയോൻ്റെ പുറത്ത് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവുകയും ഇത് ഈ പറയുന്ന പോലെ മതഭ്രാന്ത് കൊണ്ട് മതം മാറ്റാനും, കൂടാതെ ഇനി മതം മാറ്റാൻ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനേക്കാൾ വലിയ കുറ്റമെന്ന് പറയുന്നത് അവരുടെ അനുമതിയില്ലാതെ അവർക്ക് എന്തോ കലർത്തി കൊടുത്തുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്യുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഇനി അതിൻ്റെ പുറത്ത് അകത്തൊരു മതപരമായിട്ടുള്ള എലിമെൻ്റ് ഉണ്ടെങ്കിൽ അവരെയും ഒരു കാരണവശാലും ഗവൺമെൻറ്റുകൾ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നാഗ്പൂർ പോലീസ് വളരെ ഗംഭീരമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഇപ്പം തന്നെ നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെയും കൂടി ഉടൻ തന്നെ പിടികൂടട്ടെ എന്നും ഇത്തരത്തിലുള്ള എലിമെൻറ്റുകളെ ഇവിടെ നിന്ന് തുടച്ചു നീക്കട്ടെ എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രശ്നം ഈ സമൂഹത്തിൽ നടക്കുന്ന ക്രിമിനൽ വൽക്കരണം മാത്രമല്ല, ഇത് ജാതിയവും മതപരവുമായിട്ടുള്ള വലിയ സ്പർദ്ധ കൂടി ഈ സമൂഹങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് റാഡിക്കൽ ചിന്താഗതിയുള്ളവരെ കൊണ്ടുള്ള അവർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റികളെ കൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം കൂടി അതാണ് എന്നുള്ളത് പറയാതെ വയ്യ.